വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു മഷ്റൂം ബട്ടർ മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ബട്ടൺ മഷ്റൂമാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കാം. ആദ്യമേ തന്നെ കുറച്ച് കാഷ്യൂ നട്ട് എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അടുത്തതായി വേണ്ടുന്നത് 2 തക്കാളിക്കയാണ്. ഇത് നമ്മളൊരു ഗ്യാസ് ചൂടാക്കിയിട്ട് അതിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് ചെയ്യാം. ഇതായപ്പോൾ ഞാൻ ഗ്യാസ് ചൂടാക്കി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിക്ക കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ തിളച്ച വെള്ളത്തിൽ കിടക്കണം. നല്ലപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലെ തൊലിയെല്ലാം ഇളകി വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മഷ്റൂം ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. അതിനുശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ആ തക്കാളിക്ക് നല്ലപോലെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയെല്ലാം ഇളകുന്നത്. നല്ലപോലെ തൊലി ഇളക്കി വരണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതാണ് ഞാൻ മഷ്റൂം എല്ലാം നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ 4 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തത് 2 സവാള ഉള്ളി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ സ്ലൈസസായി മുറിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിക്ക് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ആറിയ ശേഷം മാത്രം നമുക്കത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുള്ളിൽ നമുക്ക് മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്ത് വെക്കാം. സവാള ഉള്ളി ഞാനിപ്പോൾ നല്ലതുപോലെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് കത്തിച്ച് ഒന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി. ബ്രൗൺ നിറമൊന്നും ആകട്ടെ, ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി. അത് കാണിച്ചു തരാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് ഞാൻ സവാള ഉള്ളി സ്ലൈസാക്കിയത് വെച്ചിട്ടുണ്ട്. ചെറുതായി ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് എണ്ണ കൂടി, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്, കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ കിടന്ന് ചെറുതായി ഒന്ന് വാടിയാൽ മതി. ചെറിയ തീയിൽ കിടന്ന് വാടും. നമ്മുടെ സവാള ഉള്ളി ഇപ്പോൾ ചെറുതായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇതൊന്ന് ആറിയ ശേഷം ഇതും നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വെച്ച നമ്മുടെ കാഷ്യൂ നട്ടും കൂടെ വേണം മിക്സിയിലിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കാം. ഇപ്പം ഞാൻ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ച തക്കാളിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ മഷ്റൂം റെഡിയാക്കാനുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു ഗ്യാസ് ചൂടാക്കി അതിലേക്ക് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ നല്ല അമൂലിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഒരു പീസ് എടുത്ത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഉരുകി വരുമ്പോൾ അതിന് കൂടെ കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് റിഫൈൻഡ് ഓയിലായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടറും ഓയിലും കൂടെ നല്ലപോലെ ബട്ടർ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഈ മഷ്റൂമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതായപ്പോൾ നമ്മുടെ മഷ്റൂമിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഈ വെള്ളമെല്ലാം ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതായപ്പോൾ നമ്മുടെ മഷ്റൂം എണ്ണയിലും ബട്ടറിലും കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം ഇതിനകത്ത് എത്രമാത്രം ജലാംശം ഉണ്ടെന്ന്. കുറേ വെള്ളത്തിൻ്റെ കണ്ടലുണ്ട്. അതെല്ലാം കുറച്ചൊന്ന് വറ്റിയ ശേഷം മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
മഷ്റൂമിൽ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. മഷ്റൂം നല്ലപോലെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ടൊമാറ്റോ പ്യൂരി ഇല്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതൊട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ കാശ്മീരി മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് എരിവ് കുറച്ച് മതി, ഞാനതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്, കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു പേസ്റ്റ് കൂടി ചേർക്കാനുണ്ട്. സവാള ഉള്ളി വഴറ്റിയതും കാഷ്യൂനട്ട്, കുതിർത്ത കാഷ്യൂനട്ടിൻ്റെ കൂടെ ഒരു പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. മിക്സിയിലിട്ടടിച്ച് അതുകൂടി നമുക്ക് ഇതിന് ശേഷം ചേർത്ത് സവാളയും കാഷ്യൂനട്ടും കൂടി ഞാൻ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കും. കാഷ്യൂനട്ടും സവാള ഉള്ളിയും കൂടെ മിക്സിയിലടിച്ചെടുത്ത പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മിക്സിക്കകത്തിരിക്കുന്നതെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലുള്ളതും എല്ലാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കും. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനാക്കിയിട്ടുണ്ട്. ഉപ്പെല്ലാം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കസൂരി മേത്തിയുടെ ഇല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും. ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും. നമ്മുടെ കൈയുടെ വെള്ളയിലിട്ട് ചെറുതായി ഒന്ന് ഞെരടിയിട്ട് യോജിപ്പിച്ചാൽ മതി. ഞാൻ കസൂരി മേത്തിയുടെ ഇല നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണ്. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് ഇനി കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. ഞാനിവിടെ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടത്. ഇതുകൂടി അതിൻ്റെ മണ്ടയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.